ഡ്രൈവിലാണ് ഒരു നവജാത ശിശുവിൻ്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. ആ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. രാവിലെ 10 മണിയോടുകൂടി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ വെച്ചാണ് പോസ്റ്റ്മോർട്ടം നടക്കുക. കുഞ്ഞിൻ്റെ തലയിൽ മുറിവേറ്റ പാടുകൾ ഉണ്ട് എന്നതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. സ്നേഹമോൾ നൈനാൻ വിവരങ്ങൾ നൽകും. സ്നേഹ, ഗുഡ് മോർണിംഗ്. വളരെ സങ്കടകരമായൊരു വാർത്തയാണ്. ഇന്നലെ തന്നെ മറ്റൊരു വാർത്ത നമ്മൾ കണ്ടതാണ്. അവിടെ പാലത്തിന് താഴെ ഒരു യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ നവജാത ശിശുവിൻ്റെ മൃതദേഹം. പോലീസിന് എന്തെങ്കിലും ഒരു സൂചനകൾ കിട്ടിയോ? നഗരത്തിലെ ആശുപത്രികളൊക്കെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നില്ലേ? ഗുഡ് മോർണിംഗ് ദിവിഷ. എറണാകുളം സെൻട്രൽ പോലീസിനാണ് ഇതിൻ്റെ അന്വേഷണ ചുമതല. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അതായത് കുഞ്ഞിൻ്റെ മൃതദേഹം ലഭിച്ച ഈ മറൈൻ ഡ്രൈവിൻ്റെ പരിസരത്ത് നിരവധി ഫ്ളാറ്റുകളുണ്ട്. ഈ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ആണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുള്ളത്. മാത്രമല്ല ഈ സമീപ പ്രദേശത്തെ ക്ലിനിക്കുകളിലടക്കം അന്വേഷണം നടക്കുന്നുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് വരികയാണ്. കഴിഞ്ഞ ദിവസം രാവിലെയാണ് കുഞ്ഞിൻ്റെ മൃതദേഹം മറൈൻ ഡ്രൈവിൽ നിന്ന് ലഭിച്ചത്. പൂർണ്ണ വളർച്ച എത്താത്ത കുഞ്ഞാണ്. കുഞ്ഞിൻ്റെ പൊക്കിൾ കൊടി പോലും മുറിച്ച് മാറ്റിയിട്ടില്ല. ആ ഒരു അവസ്ഥയിലാണ് കുഞ്ഞിൻ്റെ മൃതദേഹം ലഭിച്ചത്. പെൺകുഞ്ഞാണ്. കുഞ്ഞിൻ്റെ തലയിൽ മുറിവുകൾ ഉണ്ടായിരുന്നു. ഈ മുറിവ് കുഞ്ഞിനെ ഈ കായലിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ഉണ്ടായതാണോ, അല്ലെങ്കിൽ ഇതൊരു കൊലപാതകമാണെങ്കിൽ കൊലപ്പെടുത്തുമ്പോൾ ഉണ്ടായതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് രാവിലെ 10 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടക്കും. അതിനുശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മാത്രമാണ് കുഞ്ഞിൻ്റെ യഥാർത്ഥ മരണകാരണം എന്താണ് എന്ന് വ്യക്തമാവുകയുള്ളൂ. ഇനി കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ മരിച്ചതാണോ, അല്ലെങ്കിൽ ജനിച്ചതിന് ശേഷം കൊലപ്പെടുത്തിയതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വരികയുള്ളൂ. ഏതായാലും പോലീസ് സ്ഥലത്തെ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിക്കുന്നുണ്ട്. ആശാവർക്കർമാരുടെ അടുത്തു നിന്നുമൊക്കെ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. സമീപകാലങ്ങളിൽ ആരാണ് ഗർഭിണിയായിട്ടുള്ളത് എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ തന്നെ ശേഖരിക്കുന്നുണ്ട്. ഏതായാലും അതിദാരുണമായൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇന്നലെ രാവിലെ പ്രഭാത സവാരിക്കിറങ്ങിയ 2 പേരാണ് സംശയാസ്പദമായ രീതിയിൽ കായലിൽ കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് മറ്റുള്ളവർ വിവരമറിയിക്കുകയും അവർ എറണാകുളം സെൻട്രൽ പോലീസിനെയൊക്കെ തന്നെ വിവരമറിയിക്കുകയുമാണ് ചെയ്തത്. അതിലും പോസ്റ്റ്മോർട്ടം ഇന്ന് രാവിലെ 10 മണിയോടുകൂടി കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് നടക്കുക. ഇന്നലെയോടുകൂടി തന്നെ കുഞ്ഞിൻ്റെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മാത്രമേ എന്താണ് യഥാർത്ഥ മരണകാരണം, ഈ കൊലപാതകമാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത വരികയുള്ളൂ. ദിനേശ്, ശരി. സ്നേഹമോൾ നൈനാനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ എന്താണ് മരണകാരണം എന്ന ഒരു വിവരത്തിലേക്ക് എത്തും. ശേഷം പോലീസ് മറ്റ് പരിശോധന നടത്തി വരികയാണ്. CCTV കേന്ദ്രീകരിച്ചും ആശുപത്രികളിൽ നിന്ന് വിവരങ്ങൾ എടുത്തുമൊക്കെയുള്ള ഒരു പരിശോധന നടക്കുമ്പോൾ വേഗത്തിൽ തന്നെ ഇപ്പോൾ ഇന്നലത്തെ ആ യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട് വേഗത്തിൽ തന്നെ പ്രതിയിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നു. സമാനമായ നിലയിൽ ഇതിലും പെട്ടെന്ന് പ്രതിയിലേക്ക് എത്താനോ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം.